ഗുഡ് ഈവനിംഗ്. കഴിഞ്ഞ ഒരു മണിക്കൂർ നേരം പുറത്തുവന്ന വാർത്തകളുടെ അപ്ഡേറ്റുകളിലേക്കാണ് കടക്കുന്നത്. ഇപ്പോൾ കിട്ടിയത് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ആദ്യ വാർത്തയിലേക്ക്. തിരുവനന്തപുരം ചിറയൻകീഴിൽ ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയെ മാതാവ് കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി. 8 വയസ്സുകാരിയായ അനുഷ്കയാണ് മരിച്ചത്. മാതാവ് മിനി ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. അഖിൽ ഷാ അൻസാർ നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ. അഖിൽ ഷാ, സങ്കടകരമായ വാർത്തയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? വിവരങ്ങൾ. പ്രജിൻ, 2 ദിവസം മുമ്പാണ് തിരുവനന്തപുരം ചിറയൻകീഴിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതായത് 2 ദിവസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 19-ാം തീയതിയാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ വീട്ടിൽ വെച്ച് ഇത്തരത്തിൽ ഒരു ഭിന്നശേഷിക്കാരിയായ 8 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ കൊലപാതകം നടക്കുന്നത്. സ്വന്തം അമ്മ തന്നെയാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ അമ്മയായ മിനി പോലീസിനുൾപ്പെടെ നൽകിയിരിക്കുന്ന വഴി. ഇപ്പം നിലവിൽ ഈ അമ്മയായ 48 വയസ്സുള്ള മിനി ചിറയൻകീഴ് പോലീസിൻ്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. ഇപ്പോൾ നിലവിൽ പോലീസിന് ഇവർ നൽകുന്ന മൊഴി അനുസരിച്ച്, അതായത് ഇവർ ആദ്യം കുഞ്ഞിനെ ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ് ആദ്യം ചെയ്തത്. കൊലപ്പെടുത്തിയതിന് ശേഷം ഈ വീടിന് പുറകുവശത്തുള്ള കിണറ്റിലേക്ക് ഈ മൃതദേഹം തള്ളിയിട്ടു എന്നുള്ളതാണ് പോലീസിന് നിലവിൽ നൽകിയിരിക്കുന്ന വഴി. ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസിന് ഈ വീടിനുള്ളിൽ നിന്ന് ഇത്തരത്തിൽ കൊലപാതകം നടത്താൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു തുണിയും ഈ ഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ അത് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ ഒരു നിഗമനമായിട്ടില്ല. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി വരികയാണ്. കൊലപാതകം കൃത്യം 19-ാം തീയതി നടത്തിയതിനു ശേഷം ഈ സ്ത്രീ തിരുപ്പതിയിലേക്ക് പോയി എന്നുള്ളതാണ് നിലവിൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ ആ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾ ഈ ഘട്ടത്തിൽ നടന്നു വരികയാണ്. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും ഈ ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടിക്ക് ശേഷമാകും പോസ്റ്റ്മോർട്ടവും ഉൾപ്പെടെയുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് മൃതദേഹം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുക. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഈ തിരുപ്പതിയിലേക്ക് പോയി എന്നതുൾപ്പെടെയുള്ള മൊഴിയുടെ ചില പ്രശ്നങ്ങളും ഈ ഘട്ടത്തിൽ പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതും പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക. ശരി, അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. ഭിന്നശേഷിക്കാരിയായ മകളെയാണ് അമ്മ കൊലപ്പെടുത്തിയതെന്നാണ് വാർത്ത. മലപ്പുറം ചങ്ങരംകുളത്ത് വീട് കുത്തിത്തുറന്ന് കവർച്ച. 3 പവൻ സ്വർണവും 10,000 രൂപയുമാണ് നഷ്ടപ്പെട്ടത്. ചങ്ങരംകുളം പെരുമുക്ക് കിളിയംകുന്നത്ത് നസീഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അരുൺ പാറയ്ക്കൽ നൽകും തിരൂരിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ. അരുൺ, വിശദാംശങ്ങൾ പറയൂ. പ്രജിൻ, ഇന്ന് പുലർച്ചെ 1:30-യോടെയാണ് ചങ്ങരംകുളത്ത് മോഷണം നടന്നത്. വീട്ടിൽ നിന്ന് 3 പവനും 10,000 രൂപയും മോഷ്ടാവ് മോഷ്ടിച്ചിട്ടുണ്ട്. ഈ വീടിന്റെ മുകൾ നിലയിലെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയതെന്ന് വീട്ടുകാർ പറയുന്നു. തുടർന്ന് വീട്ടുകാർ ഇക്കാര്യം അറിഞ്ഞതിന് ശേഷം അവർ ബഹളം വെച്ചതോടുകൂടി മോഷ്ടാവ് താഴത്തെ നിലയിലെ മുൻവശത്തെ വാതിൽ തുറന്ന് രക്ഷപ്പെടുകയായിരുന്നു. രാവിലെ പുലർച്ചെ 1:30-യോടെയാണ് ഈ സംഭവം ഉണ്ടായത്. മോഷ്ടാവ് നസീഫിന്റെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 10,000 രൂപയാണ് കവർന്നത്. ഭാര്യ നജിലയുടെ സ്വർണവും മോഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷ്ടാവിനെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പന്താവൂരിലും സമാനമായ രീതിയിൽ മോഷണം നടന്നിരുന്നു. പ്രജിൻ, ശരി, അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് കുരുവട്ടൂരിൽ വീട്ടിൽ നിർത്തിയിട്ട കാറിന് ഉടമയുടെ മകൻ തീവച്ചു. നടുവിലക്കാട്ട് സുബൈദയുടെ കാറാണ് കത്തിനശിച്ചത്. ഇവരുടെ മകൻ ഷാഹിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഭിജിത്ത് മുഴക്കുന്നു നൽകും കോഴിക്കോട് എന്ന വിവരങ്ങൾ. സ്വന്തം കാർ തന്നെ പറയാം, ആ കാറാണ് തീയിട്ടത് ഈ രീതിയിൽ. എന്താണ് അതിന് കാരണം? പ്രശ്നമാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന ഒരു വിവരം. ഇന്ന് ഏതാണ്ട് ഉച്ചയോടടുപ്പിച്ചാണ് കുരുവട്ടൂരിലെ നടുവിലകക്കാട്ട് സുബൈദയുടെ കാറിന് തീപിടിച്ചത്. തുടർന്ന് സുബൈദ നരിക്കുനിയിൽ നിന്ന് ഫയർഫോഴ്സിനെയും ഒപ്പം തന്നെ ചേവായൂർ പോലീസിനും ഒക്കെ വിവരം അറിയിച്ചു. തുടർന്ന് നരിക്കുനിയിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സും ഒപ്പം പോലീസും നാട്ടുകാരും ചേർന്നാണ് ഈ തീ അണച്ചത്. തുടർന്ന് മകനാണ് തീവച്ചത് എന്നുള്ള ഒരു കാര്യം സുബൈദക്ക് മനസ്സിലാവുകയും ചേവായൂർ പോലീസിന് പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുബൈദയുടെ മകൻ ഷാഹിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏതായാലും ചെറിയ സ്വത്ത് തർക്കങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നുവെന്നും അതാണ് ഇത്തരത്തിൽ ഈ തീയിടാൻ കാരണമായത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് നമുക്ക് നൽകുന്ന വിവരം. പ്രജിൻ, ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് മൈലാട്ടിയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും തമ്മിലുള്ള മത്സര ഓട്ടത്തിനിടെ അപകടം. സ്വകാര്യ ബസ്സിനെ മറികടക്കുന്നതിനിടെ KSRTC ബസ് സ്കൂൾ ബസ്സിലിടിച്ച് വിദ്യാർത്ഥികളടക്കം 4 പേർക്ക് പരിക്കേറ്റു. പരിക്കെന്നാൽ ഗുരുതരമല്ല. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നൽകുന്നതിന്റെ വിശദാംശങ്ങൾ. അരുൺ, മത്സര ഓട്ടമാണ്, ബസ്സുകൾ തമ്മിലുള്ള മത്സരോട്ടമാണ്. അതിനിടയിൽ വിദ്യാർത്ഥികൾ കയറിയ ബസ്സിനിടിക്കുന്നു, അങ്ങനെ അപകടം.
അതല്ലേ സംഭവിച്ചത്? എവിടെയായിരുന്നു കൃത്യമായി ഈ സംഭവം നടന്നത്? പ്രജിൻ വൈകിട്ട് 4 മണിയോടെ ദേശീയപാതയിലെ മൈലാട്ടിയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബസ് റോഡരികിൽ നിർത്തി വിദ്യാർത്ഥികളെ ഇറക്കുകയായിരുന്ന സ്കൂൾ ബസ്സിന് പിന്നിൽ ഈ KSRTC ബസ് നിയന്ത്രണം വിട്ട് വന്നിടിക്കുകയായിരുന്നു എന്നതാണ് അവിടുന്ന് ലഭ്യമാകുന്ന വിവരം. 3 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 4 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. പോലീസും അതോടൊപ്പം തന്നെ ഈ KSRTC ബസ്സിൽ സഞ്ചരിച്ച മറ്റ് യാത്രക്കാരും പറയുന്നത് തൊട്ട് ഒരേ ദിശയിലുണ്ടായിരുന്ന മറ്റൊരു സ്വകാര്യ ബസ്സിനെ വേഗതയിൽ മറികടക്കുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ടി KSRTC ബസ് സ്കൂൾ ബസ്സിന് പിന്നിലിടിച്ചത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം സ്കൂൾ ബസ്സിന്റെ പുറകുവശം പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. എന്നാൽ ആശങ്കപ്പെടുന്ന പോലെ ഒരു സാഹചര്യം അപകടം ഉണ്ടായിട്ടില്ല. കാരണം ഈ ബസ്സിന്റെ പിന്നിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇരുന്നിരുന്നില്ല. അതുകൊണ്ടാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത്. ഉടൻ തന്നെ അവിടെ ഉണ്ടായ പരിക്കേറ്റവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല എന്നതാണ് നമുക്ക് ഇപ്പോൾ അവിടുന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പോലീസ് ഉൾപ്പെടെ ഇത് ഒരു മത്സര ഓട്ടമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം ദേശീയപാതയുടെ നവീകരണ പ്രവൃത്തി ഉൾപ്പെടെ നടക്കുന്നതാണ്. അത്തരത്തിൽ വേഗതയിൽ പോകുന്നതിന് പരിമിതി ഉൾപ്പെടെ ഉണ്ട്. ഇതുൾപ്പെടെ മറികടന്നാണ് ഇത്തരത്തിൽ ദേശീയപാതയിൽ ഇത്തരത്തിൽ മത്സരം ഓട്ടം ഉണ്ടായത്. അതിനൊടുവിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. പ്രജിൻ. അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്. മലപ്പുറം എടപ്പാളിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവിന് ഗുരുതര പരിക്ക്. അമേറ്റിക്കര സ്വദേശി ഉദയനാണ് പരിക്കേറ്റത്. ഉദയനെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ പാറക്കിൽ ഒരിക്കൽ കൂടി ചേരുന്നു. അരുൺ, എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്? വിവരങ്ങൾ. പ്രജിൻ, ഇന്നലെ രാത്രിയിലാണ് ഈ അപകടമുണ്ടായത്. ബൈക്ക് അമിത വേഗതയിലായിരുന്നു എന്ന് നമുക്ക് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അമേറ്റിക്കര സ്വദേശി ഉദയൻ, 47 വയസ്സ്, അദ്ദേഹത്തിനാണ് ഗുരുതരമായി ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഈ ലോറി, ചരക്ക് ലോറി റോഡരികിൽ നിർത്തിയിരിക്കുകയായിരുന്നു. ഇത് ബൈക്ക് യാത്രക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇതും അപകടത്തിന് കാരണമായി. എന്തായാലും അദ്ദേഹത്തിന് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായൊരു വീഴ്ചയായിരുന്നു റോഡിലുണ്ടായത്. ബൈക്ക് അമിത വേഗതയിലെത്തി ലോറിക്ക് പുറകിൽ ഇടിക്കുകയും തുടർന്ന് ഇയാൾ തെറിച്ചു വീഴുകയുമായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പ്രജിൻ. ശരി, അരുൺ പാറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം എടപ്പാളിലാണ് ഈ സംഭവം ഉണ്ടായത്. നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ അമിത വേഗത്തിലെത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നു. അത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. അമേറ്റിക്കര സ്വദേശി ഉദയനാണ് പരിക്കേറ്റിപ്പോൾ തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. വിരമിക്കൽ പ്രഖ്യാപിച്ച് ഒളിമ്പിക് മെഡൽ ജേതാവായ ഗുസ്തി താരം സാക്ഷി മാലിക് ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് രാജ്യത്തിന്റെ അഭിമാന താരം ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായ പീഡന പരാതിയിൽ നീതി പ്രതീക്ഷിക്കുന്നില്ലെന്ന് ഗുസ്തി താരങ്ങൾ പറഞ്ഞു. കേന്ദ്ര കായിക മന്ത്രിയോട് അതിക്രമങ്ങൾ നേരിട്ട് വിശദീകരിച്ചതാണ്. എന്നിട്ടും സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്ന് ബജ്രംഗ് പൂനിയ ആരോപിച്ചു. ഈ രാജ്യത്ത് എങ്ങനെ നീതി ലഭിക്കും എന്നറിയില്ലെന്ന് വിനേഷ് ഫോഗട്ടും പ്രതികരിച്ചു. पहले इतना बड़ा फैसला लेने का ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബ്രിജ്ഭൂഷന്റെ അനുയായി സഞ്ജയ് കുമാർ സിംഗ് ആണ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ. അച്യുതൻ, ഇതൊരു അപ്രതീക്ഷിത പ്രഖ്യാപനമാണ്. നിരവധി നേട്ടങ്ങൾ രാജ്യത്തിന് വേണ്ടി കൊയ്ത ഗുസ്തി താരം സാക്ഷി മാലിക് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഈ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള അവരുടെ ആ പ്രതികരണം എല്ലാം തന്നെ അത് സൂചിപ്പിക്കുന്നുമുണ്ട്. എന്താണെന്ന് വാർത്താ സമ്മേളനത്തിൽ സംഭവിച്ചത്? എന്തായിരുന്നു സാക്ഷി മാലിക്കിന്റെ പ്രതികരണം? ഗോകുൽ, ഈ ഗുസ്തി താരങ്ങളുടെ ലൈംഗികാരോപണത്തെ തുടർന്നായിരുന്നു ഈ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷ സ്ഥാനത്ത് ബ്രിജ്ഭൂഷണെ മാറ്റി നിർത്തുന്നതും തുടർന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് ഈ കായിക മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലടക്കം ഈ താരങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യം എന്നുള്ളത് ബ്രിജ്ഭൂഷണോ അദ്ദേഹവുമായി അടുപ്പമുള്ളവരോ ഈ ഇതിന്റെ തലപ്പത്തോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് സ്ഥാനങ്ങളിലേക്കോ വരരുത് എന്നൊരു ആവശ്യം അന്ന് കായിക താരങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അത് ആ വാക്കുകൾ പാലിക്കാമെന്നത് അന്ന് കായിക മന്ത്രി നൽകിയ ഉറപ്പ്. പക്ഷേ
വോട്ടെടുപ്പ് നടന്ന ഫലപ്രഖ്യാപനം വന്നപ്പോൾ ബ്രിജ്ഭൂഷന്റെ അനുയായിയായ സഞ്ജയ് കുമാർ സിംഗാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ന് 4 മണിക്ക് വാർത്താ സമ്മേളനം നേരത്തെ തന്നെ മുൻകൂട്ടി ഗുസ്തി താരങ്ങൾ വിളിച്ചു ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിലാണ് ഏറെ വൈകാരികമായിട്ടുള്ള ഒരു വിടവാങ്ങൽ സാക്ഷി മാലിക് നടത്തിയിരിക്കുന്നത്. 3 പേരും ബജ്രംഗ് പുനിയ ആയിരുന്നാലും വിനേഷ് ഫോഗട്ട് ആയിരുന്നാലും അവർ ഏറെ വൈകാരികമായാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരിച്ചത്. അതായത് പരാതി നൽകിയ താരങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നായിരുന്നു ബജ്രംഗ് പുനിയ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല. വനിതകൾക്ക് ഈ ഫെഡറേഷന്റെ ഒരു സ്ഥാനങ്ങളിലും ഒരു തരത്തിലുള്ള പരിഗണനയും നൽകുന്നില്ല. അതുപോലെ തന്നെ വിനേഷ് ഫോഗട്ട് പ്രതികരിച്ചത് പുതിയ നേതൃത്വത്തിന് കീഴിൽ ഞങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതുന്നില്ല എന്നുള്ളൊരു പ്രതികരണമാണ് വിനേഷ് ഫോഗട്ടിന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഏറെ വൈകാരികമായി സാക്ഷി മാലിക് ആ ഒരു പ്രതികരണം നടത്തിയത്. അതായത് തന്റെ ഗുസ്തി കരിയർ താൻ അവസാനിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു. സാക്ഷി മാലിക്കിന്റെ ബൂട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെടുത്ത് വച്ച ശേഷമാണ് മടങ്ങിയത്. സർക്കാർ നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചിട്ടില്ല. ബ്രിജ്ഭൂഷന്റെ വലം കൈയായ സഞ്ജയ് സിംഗ് ആണ് വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. ഒരു തരത്തിലുള്ള വനിതകളുടെ സാന്നിധ്യവും ഈ ഫെഡറേഷന്റെ സ്ഥാനത്ത് ഒരിടത്തും നൽകുന്നില്ല. ഒരു വനിതയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാനത്തുണ്ടെങ്കിൽ അത് ഈ ഗുസ്തി താരങ്ങളിലെ വനിതകൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അതൊരു സുരക്ഷിതമായ ഇടമൊരുക്കും എന്നുള്ള രീതിയിലായിരുന്നു പ്രതികരിച്ചത്. എന്തായാലും ഈ ഒരു പോരാട്ടം അത് തുടരുക തന്നെ ചെയ്യും. പുതിയ തലമുറ ഗുസ്തി താരങ്ങളിലെ പുതിയ തലമുറ ഈ ഫൈറ്റ് തുടരുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ സാക്ഷി മാലിക് നടത്തിയിരിക്കുന്നത്. എന്തായാലും അപ്രതീക്ഷിതമായിട്ടാണ് സാക്ഷി മാലിക് ശരി ആർ അച്യുതൻ, എന്തായാലും ദൗർഭാഗ്യകരമാണ്, അപ്രതീക്ഷിതമാണ് ഈ പ്രഖ്യാപനം. സാക്ഷി മാലിക് ഗുസ്തി അവസാനിപ്പിച്ചിരിക്കുന്നു. റിയോ ഒളിമ്പിക്സിലടക്കം ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ കൊയ്ത താരമാണ് സാക്ഷി മാലിക്. സാക്ഷിയുടെ ബൂട്ട് പ്രസ് ക്ലബിൽ ഉപേക്ഷിച്ചായിരുന്നു ആ വൈകാരിക പ്രഖ്യാപനം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയം. അവരുടെ പ്രതികരണത്തിലേക്ക് സാക്ഷി മാലിക് എന്താണ് പറഞ്ഞത്? और एक बात और कहना चाहूंगी कि लड़ाई लड़ी पूरे दिल से लड़ी, लेकिन अगर प्रेसिडेंट ब्रिजभूषण जैसे आदमी जैसा ही रहता है, उसका बिल्कुल सहयोगी है, उसका बिजनेस पार्टनर है, वो अगर इस फेडरेशन में रहेगा तो मैं अपनी कुश्ती को त्यागती हूँ और मैं आज के बाद कभी भी आपको वहां नहीं दिखूंगा। तो बस सभी देशवासियों को धन्यवाद जिन्होंने आज तक इतना मेरा सपोर्ट किया और मुझे इस मुकाम तक पहुंचाया। धन्यवाद। തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് സാക്ഷി മാലിക് ആ പ്രഖ്യാപനം നടത്തിയത്. ഇനി ഗുസ്തിയിലേക്കില്ല എന്ന് പറയുന്നു. അപ്പോഴും ബ്രിജ്ഭൂഷണെതിരായ സമരം തുടരുമെന്നും അവർ പറയുകയായിരുന്നു. വെൽക്കം ബാക്ക്. ഇപ്പോൾ കിട്ടിയത് തുടരുന്നു. അടുത്ത വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി അപകീർത്തിപ്പെടുത്തിയെന്ന പരാതി പരിശോധിച്ച് നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശം. നവംബർ 23 വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ നൽകും ഡൽഹിയിൽ നിന്നും അതിന്റെ വിശദാംശങ്ങൾ. ആർക്കെ, ഈ കേസ്, ഈ പരാതി ഏതാണ്? പഴയ പരാതി തന്നെയാണോ? ഇതിൽ ഇപ്പോൾ ഇങ്ങനെയൊരു നിർദ്ദേശം, അതിൽ എന്തൊക്കെ നിരീക്ഷണങ്ങൾ കോടതി നടത്തി? തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പ്രവർത്തകർ നടത്തുന്ന വസ്തുതാവിരുദ്ധമായിട്ടുള്ളതും അപകീർത്തികരമായിട്ടുള്ളതുമായ പരാമർശങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൊതു താൽപര്യ ഹർജിയാണ് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ഭരത് നാഗർ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി രാജസ്ഥാനിൽ നടത്തിയ ചില പരാമർശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെയും നടത്തിയ പരാമർശ വിധേയമായത്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായിട്ടുള്ള നടപടി എടുക്കുന്നില്ല എന്ന് പരാതിക്കാരൻ കോടതിയിൽ അറിയിച്ചു. ഇതാണ് പല ഘട്ടങ്ങളിലും ഈ അസത്യ പ്രചരണത്തിനും അപകീർത്തി പ്രചരണത്തിനും കാരണമാകുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ സമീപനം ഉചിതമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇക്കാര്യത്തിൽ വിശദീകരണം കോടതി ചോദിച്ചത്. അതേ തുടർന്ന് രാഹുൽ ഗാന്ധിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം പ്രഥമ ദൃഷ്ട്യാ ദുരുദ്ദേശത്തോടു കൂടിയുള്ളതാണ് എന്ന നിഗമനം കോടതി നടത്തി. ഇതിന് തുടർച്ചയായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പരാതിയിൽ മറുപടി നൽകാത്ത സാഹചര്യത്തിൽ നടപടി സ്വീകരിക്കാനായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് കോടതിയെ അറിയിക്കുകയും വേണം. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.
കളമശ്ശേരിയിൽ സ്ഫോടനം നടന്ന കൺവെൻഷൻ സെന്റർ ഉടമയ്ക്ക് വിട്ടുനൽകാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യമെങ്കിൽ ഹാളിൽ നിന്ന് വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കാം. ഇത് 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് കൺവെൻഷൻ സെന്റർ. ശ്രീകാന്ത് നൽകും കൊച്ചിയിൽ നിന്നും അതിന്റെ വിശദാംശങ്ങൾ. ശ്രീകാന്ത്, വലിയ കോളിളക്കമുണ്ടാക്കിയ സംഭവമാണ് ആ കൺവെൻഷൻ സെന്ററിൽ നടന്നത്. ആ സ്ഫോടനം, അതിനുശേഷം നടന്ന അന്വേഷണം, ഇപ്പോൾ ഇങ്ങനെ ഇത് ഉടമയ്ക്ക് സെന്റർ വിട്ടു നൽകാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും നടപടിക്രമങ്ങൾ ബാക്കിയുണ്ടോ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത്? ഈ കൺവെൻഷൻ സെന്റർ വിട്ടു നൽകുന്നില്ല പോലീസ് എന്നാരോപിച്ചാണ് ഈ സ്ഥാപനം ഉടമ ഈ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായത്. തുടർന്ന് ഈ ഹർജി പരിഗണിച്ച കോടതി കൺവെൻഷൻ സെന്റർ ഉടമയ്ക്ക് വിട്ടു നൽകണം എന്ന് ഉത്തരവിട്ടിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യമെങ്കിൽ ഹാളിൽ നിന്നും വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കാം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് പക്ഷേ 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. ഇതാണ് കോടതിയുടെ ഉത്തരവ്. ഇതിന് തൊട്ടടുത്ത ദിവസം കൺവെൻഷൻ സെന്റർ ഉടമയ്ക്ക് കൈമാറണമെന്നും കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന് ശേഷം പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഈ കൺവെൻഷൻ സെന്റർ തുടരുന്നത്. വളരെ ബുദ്ധിമുട്ട് ഇതുമൂലം ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ ഹർജി എത്തിയത്. അത് കോടതി അനുവദിച്ച് നൽകിയിരിക്കുന്നു. ശരി, ശ്രീകാന്ത് തുടരുക. മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എന്തുകൊണ്ടാണ് കൂടുതൽ അറസ്റ്റുകൾ ഇല്ലാത്തതെന്ന് കലൂർ PMLA കോടതി EDയോട് ചോദിച്ചു. കേസിൽ അറസ്റ്റിലായ CPIA നേതാവ് PR അരവിന്ദാക്ഷന്റെ വാദം പരിഗണിച്ചാണ് കോടതിയുടെ ഈ ചോദ്യം. അന്വേഷണവുമായി സഹകരിക്കാത്തത് കൊണ്ടാണ് അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്തതെന്ന് ED വിശദീകരിച്ചു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേർന്നു. ശ്രീകാന്ത്, ഈ കരുവന്നൂർ കേസിലാണ് ഇപ്പോൾ ഇങ്ങനൊരു നിരീക്ഷണവും ചോദ്യവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് കോടതി നടത്തിയിരിക്കുന്നത്. എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം? ഇന്ന് ഏകദേശം 4 കേസുകൾ ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് മാത്രം കോടതിയുടെ മുന്നിൽ, PMLA കോടതിയുടെ മുന്നിൽ എത്തിയിരുന്നു. അതിൽ ഒരെണ്ണമാണ് ഈ അരവിന്ദാക്ഷന്റെ അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷ. അത് പരിഗണിക്കുമ്പോഴാണ് കോടതിയിൽ ഇത്തരത്തിൽ ചില വാദങ്ങൾ ഉണ്ടായത്. അതായത് എന്തുകൊണ്ടാണ് ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാത്തത് എന്ന് ഇന്ന് കോടതി ചോദിക്കുകയുണ്ടായി. മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല, തന്നെ മാത്രം അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന് PR അരവിന്ദാക്ഷൻ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് കോടതി ഇങ്ങനെയൊരു ചോദ്യം മുന്നോട്ട് വെച്ചത്. അന്വേഷണവുമായി സഹകരിക്കാത്തത് കൊണ്ടാണ് അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നതെന്നും മറ്റുള്ളവരെല്ലാം അന്വേഷണത്തോട് സഹകരിച്ചു എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടി. തട്ടിപ്പുകാരെ അറസ്റ്റ് ചെയ്യാതെ തട്ടിപ്പിന് കൂട്ടുനിന്നവരെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു എന്ന് PR അരവിന്ദാക്ഷൻ കോടതി മുമ്പാകെ പറയുകയും ചെയ്തു. അന്വേഷണത്തോട് താൻ കൃത്യമായി സഹകരിച്ചു, ഫോണിൽ വിളിച്ചപ്പോൾ പോലും താൻ ഹാജരായി എന്നും അന്വേഷണ സംഘത്തിന് കോടതി മുൻപാകെ PR അരവിന്ദാക്ഷൻ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇന്നെന്തായാലും ആ കേസിൽ ജാമ്യാപേക്ഷയിന്മേൽ വിധി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനാണ് സാധ്യത. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയത് തുടരുന്നു. ലോക്സഭയിൽ നിന്ന് പ്രതിപക്ഷത്തിന്റെ 3 അംഗങ്ങളെ കൂടി സസ്പെൻഡ് ചെയ്തു. ഇതോടെ ഇരുസഭകളിലുമായി നടപടി നേരിടുന്ന MP-മാരുടെ എണ്ണം 146 ശുഷ്കമായ പ്രതിപക്ഷ നിരയെ സാക്ഷിയാക്കി സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമന ബിൽ ലോക്സഭ പാസാക്കി. ക്രിമിനൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന 3 ബില്ലുകൾ രാജ്യസഭ ചർച്ചയ്ക്കെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമന ബില്ലിന് രാജ്യസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്ന സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പകരം കേന്ദ്ര നിയമമന്ത്രിയെ ഉൾപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ ബിൽ. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി വിധി മറികടക്കാനാണ് നിയമനിർമ്മാണം. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിലും MP-മാർക്കെതിരായ കൂട്ടനടപടിയിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. പുറത്താക്കപ്പെട്ട MP-മാർ വിജയ് ചൌക്കിൽ പ്രകടനം നടത്തി. അതിനിടെ പാർലമെന്റ് അതിക്രമ കേസിൽ 2 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. R രാധാകൃഷ്ണൻ നൽകും വിവരങ്ങൾ. പാർലമെന്റിൽ സംഭവിക്കുന്നത്, ഒരു ഭാഗത്ത് പ്രതിഷേധം കടുപ്പിക്കുന്നു, മറുഭാഗത്ത് MP-മാർക്കെതിരെ, ഈ പ്രതിപക്ഷ അംഗങ്ങളായിട്ടുള്ള MP-മാർക്കെതിരെ ഒക്കെ തന്നെ നടപടിയെടുക്കുന്നു, അവരെ പുറത്താക്കുന്നു, സസ്പെൻഡ് ചെയ്യുന്നു, ഒപ്പം സുപ്രധാനമായ ബില്ലുകൾ പാസ്സാക്കിയെടുക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് പ്രതിപക്ഷം നോക്കിക്കാണുന്നത്? എന്താണിതിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്? കാലത്ത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇനി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇടപെടൽ സാധ്യമല്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ തങ്ങൾ ഉന്നയിച്ച കാര്യം വളരെ കൃത്യമായിട്ട് പ്രതിഷേധത്തിന്റെ രൂപത്തിൽ പ്രതിഫലിപ്പിക്കാനാണ് പ്രതിപക്ഷം ഇപ്പോൾ ശ്രമിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധ പരിപാടികൾ ഇന്നടക്കം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് വിജയ് ചൌക്കിലേക്ക്, പാർലമെന്റിൽ നിന്ന് വിജയ് ചൌക്കിലേക്ക് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട MP-മാർ നടത്തിയ പ്രതിഷേധ പ്രകടനം അടക്കമുള്ളവ അതിന് ഉദാഹരണമായിരുന്നു. വളരെ ശക്തമായിട്ടുള്ള വിമർശനമാണ് ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തുകൊണ്ട് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസിന്റെ അധ്യക്ഷൻ, നടത്തിയത്. സർക്കാരിന്റെ ജനാധിപത്യത്തെ ഭയമാണ് എന്നതടക്കമായിരുന്നു
വിമർശനം. രണ്ടു സഭകളും ഇന്ന് പ്രതിപക്ഷ നിര ശുഷ്കമായതുകൊണ്ട് തന്നെ സർക്കാർ ഉദ്ദേശിച്ച വിധത്തിൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു. അതിനിടയിലാണ് നടുത്തളത്തിൽ ഇറങ്ങിയ 3 അംഗങ്ങൾക്ക് സസ്പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇന്നലെ ലോക്സഭ പാസാക്കിയ ഈ ക്രിമിനൽ നടപടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 പ്രധാനപ്പെട്ട ബില്ലുകൾ രാജ്യസഭ പരിഗണിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതി ഉത്തരവിനെ മറികടക്കാനായിട്ടുള്ള ബില്ല് നേരത്തെ അത് രാജ്യസഭ പാസാക്കിയതാണ്. ഇന്ന് ലോക്സഭ പാസാക്കുകയും ചെയ്തു. ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാവുന്നു.